കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾക്ക് പ്രധാന കാരണം കേന്ദ്രത്തിലെ ബിജെപി സർക്കാരിന്റെ ഏകപക്ഷീയമായ നയങ്ങൾ മാത്രമല്ല, അതിനൊത്തുതുള്ളുന്ന സംസ്ഥാനത്തെ എൽഡിഎഫ് സർക്കാരിന്റെ അവസരവാദ നിലപാടുകൾ കൂടിയാണ്. PM ശ്രീ പദ്ധതിയിലും പുതിയ തൊഴിൽ നിയമങ്ങളിലും പിണറായി സർക്കാർ കാണിച്ച കാപട്യം ഇതിന് ഉത്തമ ഉദാഹരണമാണ്. വിദ്യാഭ്യാസ മേഖലയിലെ ഫെഡറൽ തത്വങ്ങളെ കാറ്റിൽ പറത്തി കേന്ദ്രം കൊണ്ടുവന്ന PM ശ്രീ പദ്ധതിയെ തുടക്കത്തിൽ എതിർത്ത സംസ്ഥാന സർക്കാർ ഒടുവിൽ നിരുപാധികം കീഴടങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത്. സ്കൂളുകളുടെ പേര് മാറ്റണമെന്നും കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് വേണമെന്നുള്ള നിബന്ധനകൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് മേനി നടിച്ചവരാണിവർ. എന്നാൽ സമഗ്ര ശിക്ഷ അഭിയാൻ പോലെയുള്ള കോടികളുടെ ഫണ്ട് കേന്ദ്രം തടഞ്ഞുവെച്ചപ്പോൾ വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണത്തിന് പോലും വകയില്ലാതെ സർക്കാർ പ്രതിസന്ധിയിലായി. തുടക്കത്തിൽ തന്നെ പ്രായോഗിക സമീപനം സ്വീകരിച്ച് കേരളത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ച് സമയം കളഞ്ഞതിലൂടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടിയിരുന്ന അർഹമായ വിഹിതമാണ് LDF നഷ്ടപ്പെടുത്തിയത്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ കേന്ദ്രത്തിന്റെ നിബന്ധനകൾക്ക് വഴങ്ങി കരാർ ഒപ്പിട്ടപ്പോൾ എവിടെ പോയി ഇവരുടെ ആദർശ രാഷ്ട്രീയം? കേന്ദ്രത്തിന് വഴങ്ങുകയും അതേസമയം പിടിവാശിയിലൂടെ സ്കൂളുകളുടെ വികസനം മുരടിപ്പിക്കുകയും ചെയ്ത ഭരണകൂട പരാജയമാണിത്. ഇതിനേക്കാൾ വലിയ വഞ്ചനയാണ് തൊഴിൽ നിയമങ്ങളുടെ കാര്യത്തിൽ നടന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന, കോർപ്പറേറ്റുകൾക്ക് ഹയർ ആൻഡ് ഫയർ അധികാരം നൽകുന്ന 4 തൊഴിൽ കോഡുകൾക്കെതിരെ തെരുവിൽ സമരം ചെയ്യുന്നവരാണ് CPM. അസംഘടിത തൊഴിലാളികൾക്കും തോട്ടം തൊഴിലാളികൾക്കും സംരക്ഷണം നൽകുമെന്ന് പറയുന്നവർ പ്രായോഗിക തലത്തിൽ കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. കേന്ദ്രം കൊണ്ടുവന്ന കരിനിയമങ്ങളെ പിൻവാതിലൂടെ കേരളത്തിൽ നടപ്പാക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത്. കേരളത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ച് കേന്ദ്രത്തെ പ്രീണിപ്പിക്കുന്ന ഈ ഇരട്ടത്താപ്പ് ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും.